ഗൈസ് വാട്ട്സ്ആപ്പ്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ വ്ളോഗൊന്നും ചെയ്യാറില്ലായിരുന്നു ഗൈസ്. ശരിയൊന്നുമില്ലായിരുന്നു മൈൻഡ്. അപ്പോൾ വ്ളോഗ് ചെയ്യാത്തതിൻ്റെ കാരണം വ്ളോഗ് എടുത്തിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. മിക്ക ദിവസങ്ങളിലും ഞാൻ ഡെയിലി ദിവസങ്ങളും വ്ളോഗ് എടുക്കും ഗൈസ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വ്ളോഗ് ഇടാതായപ്പോൾ എനിക്ക് ഉറങ്ങാനും പറ്റില്ല. മറ്റത് രാവിലെ എഴുതിക്കപ്പോഴും ഈ വീഡിയോ എടുക്കാൻ പറ്റിയ തിങ്കാണ്, രാത്രി കിടക്കാൻ നേരത്ത് ഏത് വീഡിയോ എടുക്കാൻ പറ്റിയത് തിങ്കാണ്. അങ്ങനെയാണ് പൊക്കോണ്ടിരുന്ന സംഭവം. പിന്നെ എന്തോ പറ്റി ഞാൻ സ്റ്റോപ്പ് ചെയ്തു ഫുള്ള്. എന്തായാലും ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് ഇന്നത്തോണ്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദുബായിൽ പോകും, ദേപ്പട്ടി പോകും, ഒരു സദ്യ കഴിച്ചിട്ട്. കുറേ നാളായി ഒരു സദ്യ കഴിച്ചിട്ട്, ഒരു 1.5 വർഷമാവും ഒരു നല്ലൊരു സദ്യ കഴിച്ചിട്ട്. ഇനിയിപ്പോൾ ഓണമൊക്കെ വരാൻ പോകില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വ്ളോഗ് ദേപ്പുട്ടിൽ പോണ വ്ളോഗാവട്ടെ സുഹൃത്തുക്കളെ. അതേ കണക്ക് തന്നെ എനിക്ക് വേറെ ഒന്ന് പറയാനുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി കുറച്ച് പണിയെടുക്കുക. ബാക്കിയുള്ള നമ്മളൊരു അറിയാവുന്ന ഒരാളാവട്ടെ, ഏതെങ്കിലും നമ്മൾ ഇത്ര വേണ്ടപ്പെട്ട ആളാവട്ടെ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ബാഡ് സിറ്റുവേഷനിൽ കടന്നു പോകുമ്പോൾ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. ഒരാളൊരു സങ്കടം വന്ന് പറയുക, അതേപോലെ അവർ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുമ്പോൾ നമ്മൾ അവരെ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെല്ലും. അത് ഹെൽപ്പ് ചെയ്ത് ലാസ്റ്റ് അവർക്കൊരു ഉപദ്രവമാവും. അങ്ങനെ ആവാറുണ്ട്. അതുകൊണ്ട് മാക്സിമം അവനവൻ്റെ കാര്യം നോക്കുക, സ്വന്തം കാര്യം നോക്കുക, സ്വന്തം വർക്കിൽ ഫോക്കസ് ചെയ്യുക. സ്വന്തം ഡ്രീം ഉണ്ടെങ്കിൽ അതിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി പണിയെടുക്കുക. അതാണ്. അല്ലാണ്ട് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കാൻ നിന്നാൽ നമ്മൾ തകരയുള്ളൂ. നമുക്കൊരു ഉയർച്ച എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. നമ്മൾ ഉയർന്ന ഈ പറയുന്ന എല്ലാവരും നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒരു വിലയും കാണില്ല. അപ്പം ഞാൻ ഇതൊന്നും പറഞ്ഞ് നിങ്ങളെ ലാഗ് അടിക്കുന്നില്ല. നമുക്ക് നേരെ ദുബായിക്ക് പോവാം. അതേപോലെ തന്നെ ഇന്നൊരു നല്ല സദ്യം കിട്ടും. ഇന്നത്തെ വ്ളോഗ് അതാവട്ടെ. അപ്പം ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ ഗൈസ് ഞാൻ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി. നമുക്ക് നേരെ ഇനിയിപ്പം വണ്ടി എടുക്കുക, ദേപ്പുട്ടി പോവാം. സമയം ഇപ്പം എത്ര മണിയാണ്? 11 മണി ആവാറായതേ ഉള്ളൂ കേട്ടോ. 11 മണി ആവാറായതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ പോയാലും നമ്മൾ അവിടെ എത്തുമ്പോൾ ഒരു മണിക്കൂർ 12 മണിയാകുമ്പോൾ നമ്മൾ അവിടെ എത്തും. അപ്പം 12 മണിയാകുമ്പോൾ അവിടെ എത്തും. ഫുഡ് ഓർഡർ ചെയ്യുക, നല്ലൊരു സദ്യ കഴിക്കുക. കുറേ നാളായി ഒരു സദ്യ കഴിച്ചിട്ട്. ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോകണം ഗൈസ്. ഒറ്റയ്ക്കാണ് അടിപൊളി. ഒറ്റയ്ക്ക് പോവുക, ഒറ്റയ്ക്ക് വരിക, റിസ്ക് ഇല്ല. നമ്മളെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി. അങ്ങനെ സുഹൃത്തുക്കളെ, ഞാൻ അങ്ങനെ കരാമയിൽ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ നേരെ നമ്മൾ പോണത് ഇവിടെയാണ്, ദേപ്പുട്ടിൽ. ഞാൻ അങ്ങ് അപ്പുറത്താണ് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാർക്കിങ് കിട്ടാൻ ഭയങ്കര ശോകവും. പാർക്കിങ്ങാണ് പാട്. അതൊന്ന് വീക്കെൻഡ് കൂടിയാണ്. നമുക്കെന്തായാലും ഷോപ്പിലോട്ട് പോകാം. ഞാനങ്ങനെ ഷോപ്പിൻ്റെ ഫ്രണ്ട് സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഷോപ്പ്. ഇതിൽ മറ്റേ ദേപ്പുട്ടി ഇതാണ് കാണിച്ചു തരാം. ഇതാണ് ഷോപ്പ്. അപ്പം നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് ഒരു സദ്യ ഓർഡർ ചെയ്യുക, കഴിക്കുക. അതാണ് ഇന്നത്തെ പരിപാടി. നമുക്ക് എന്തായാലും അപ്പോൾ ഇതിനകത്തോട്ട് പോവാം. അകത്തോട്ട് പോയിട്ട് നമുക്ക് അടുത്ത എന്താണെന്ന് പരിപാടി എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഷോപ്പ് ഗൈസ്. നമുക്ക് നേരെ ഇതിനകത്ത് കയറി ഫുഡ് ഓർഡർ ചെയ്യാം.
കുഴപ്പമില്ല, കൊള്ളാം. ലേശം നമുക്ക് മത്തിക്കറി കൂട്ടിയിട്ട് കഴിച്ചു. നല്ല കപ്പായിട്ട്, സൂപ്പർ കപ്പ സൂപ്പറായിട്ടുണ്ട്. 2 ഐറ്റം കറിയുണ്ട് കഴിച്ചു. അപ്പോൾ നമുക്ക് മത്തിക്കറി ചെന്ന് കഴിച്ചു നോക്കാം. സൂപ്പറായിട്ടാണ്. ഇതെന്താ അറിയാന്തോ, പുളിശ്ശേരി കണക്കത്ത ഇതാണ്. ലേശം നമുക്ക് അവിയൽ കൂട്ടി കഴിക്കാം. കുറേ നാളായി അവിയലൊക്കെ കണ്ടിട്ട് തന്നെ. അവിയൽ മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് അങ്ങനെ സുഹൃത്തുക്കളെ, ഞാൻ സദ്യയൊക്കെ കഴിച്ച് ഇറങ്ങി. അതിനകത്തിരുന്ന് സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാം ദിലീപേട്ടൻ്റെ പാട്ടുകളാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പം വീഡിയോയിൽ കോപ്പിറൈറ്റ് വീഴും. അതുകൊണ്ട് ഞാൻ അതിനകത്തിരുന്ന് സംസാരിച്ചില്ല. വോയിസ് ഞാൻ ആഡ് ചെയ്യാം സുഹൃത്തുക്കളെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സദ്യ നമ്മൾ ഇപ്പോൾ അവരെ കൊണ്ടാവുന്നത് അവർ നല്ലത് തരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും പലവർക്കും പല ടേസ്റ്റാണല്ലോ. നല്ല പായസം വരുന്നത് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടത് അവരെ പായസം വരുന്നത് കേട്ടോ. നല്ല പ്രഥമനായിരുന്നു. ആഹാ, നല്ല രസമുണ്ട്, അടിപൊളിയാണ് കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് വന്ന് നോക്ക്, വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കും. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുഴപ്പമില്ല. അവരെ കൊണ്ടാവുന്നത് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഇതായിരുന്നു, പായസം അടിപൊളിയായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇനിയിപ്പോൾ സുബീഷ് ഏട്ടൻ ഇവിടെ അടുത്തുണ്ട്, നമ്മളെ പഴയ കമ്പനിയില്ല. അപ്പോൾ പുള്ളിയെ ഒന്ന് കാണാം നമുക്ക്. പുള്ളിയെ ഒന്ന് കണ്ടിട്ട് നേരെ ഇവിടെ നിന്ന് തിരിച്ചു പോവാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ആളെടുത്തോ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിതാ സുബീഷ് ഏട്ടൻ്റെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. സുബീഷ് ഏട്ടൻ എവിടെയാണുള്ള കരാമയിൽ മറ്റേ വെസ്റ്റ് സോൺ എന്ന് പറയുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ മേളിലുള്ള റൂമിലാണ് പുള്ളി. സുബീഷ് ഏട്ടനെ കണ്ട് ഇതാണ് നമ്മുടെ സുബീഷ് ഏട്ടൻ, സുന്ദരനായിട്ടുണ്ട്. അപ്പോൾ സുബീഷ് ഏട്ടനെ കൊണ്ട് ഞാൻ നേരെ ഇവിടെ നിന്ന് നേരെ നമ്മളെവിടെയൊക്കെ പോകണം സുബീഷ് ഏട്ടാ? കരാമ സെൻറ്ററിൽ പോകണം. അവിടെ വീഡിയോ അലോഡാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം സുഹൃത്തുക്കളെ. അപ്പോൾ ഞാനും സുബീഷ് ഏട്ടനും കൂടി അങ്ങോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഇനി കരാമ സെൻറ്ററിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ വാച്ച് പിന്നെ റെസ്റ്റോറൻറ്റിൽ നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു ജ്യൂസ് കുടിക്കാനായിട്ട്. ഭയങ്കര ചൂടല്ലേ. അപ്പം നമ്മൾ അടുത്തുള്ള ഒരു ഷോപ്പിൽ വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ സർബത്ത് പറഞ്ഞിട്ടുണ്ട്. അതും കുടിച്ചിട്ട് നമുക്ക് നേരെ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാം സുഹൃത്തുക്കളെ. നല്ല ചൂടാണ് ഗൈസ്. വാങ്ങിച്ചത് ഞാൻ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ മാളിനകത്തൊന്നും ഒരു മാളിലും ക്യാമറ ഷൂട്ടിങ് അലൗഡാണ്. അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇനി ഇവിടുന്ന് സർബത്ത് കുടിച്ചിട്ട് ഞാൻ സുബീഷ് ഏട്ടനെ കൊണ്ടാക്കിയിട്ട് ഞാൻ നേരെ ഇനിയിപ്പം സുഖം സെറ്റാന്ന് ബദരേറ്റി കൂടിപ്പോയെന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതും കുടിച്ചിട്ട് ഞാൻ പോവും. എന്നിട്ട് നമുക്ക് ഇന്ത്യൻ അസോസിയേഷനിൽ കാണാം ഗൈസ്. ഞാൻ സുബീഷേട്ടൻ ജ്യൂസൊക്കെ കുടിച്ചെന്ന് ആശ്വസിക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ പോയിട്ട് കാണാം.
അങ്ങനെ നമ്മൾ ഇന്ത്യൻ അസോസിയേഷനിലെത്തി. ഞാൻ അവിടെ നിന്ന് കരാമയിൽ നിന്ന് ഇങ്ങ് വന്ന് സുബീഷേട്ട അങ്ങ് പോയി. പിന്നെ ഞാൻ ഇങ്ങ് വന്ന് ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് നാട്ടിലെ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ കഴിഞ്ഞില്ലേ, ഇവിടെ ഇന്നാണ് ശ്രീകൃഷ്ണ ജയന്തി. ഇന്ത്യൻ അസോസിയേഷനിലെ എല്ലാ പിള്ളേരും കൃഷ്ണവേഷമൊക്കെ കെട്ടിക്കൊണ്ട് വരും. അതാണ് ഇന്ന് ഇവിടുത്തെ പ്രോഗ്രാം. നമ്മളെന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദിക കൃഷ്ണൻ്റെ വേഷം കിട്ടുന്നുണ്ട്. അപ്പോൾ വേദിക ഒന്ന് കാണുക, ഒന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. വേദിക ഒന്ന് കാണുക, നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം, എന്നിട്ട് തിരിച്ചു പോവാ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഹലോ സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാനങ്ങനെ തിരിച്ചങ്ങനെ കമ്പനിയിലിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി എൻ്റെ മോനെ ഇന്ത്യൻ അസോസിയേഷനിൽ പോയി മുടഞ്ഞ തിരക്ക്, അയ്യോ ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ കുഞ്ഞിനെ കണ്ട് നമ്മുടെ വേദികയെ കണ്ട് വേദികയുടെ ചെറിയൊരു ഷോർട്സ് മാത്രമേ ഞാൻ ആഡ് ചെയ്യത്തുള്ളൂ. കാരണം അവിടെ സോഷ്യൽ മീഡിയയിലൊന്നും ഇത് അപ്ഡേറ്റ് ചെയ്യില്ലെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതൊന്നും ചെയ്യാറില്ല. കാരണം അത് വേദികയുടെ കുറച്ച് ഷോട്ട് മാത്രമേ ഉള്ളൂ, അത് ഞാനില്ല അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഇന്നത്തെ യാത്ര അടിപൊളിയായിരുന്നു. ഞാൻ സുബീഷേട്ടൻ ലാസ്റ്റ് നമ്മളെ വീഡിയോയിൽ എപ്പോഴും നമ്മൾ ആ ടെൻ്റ് അടിച്ചില്ലേ, അപ്പോഴാണ് നമുക്ക് പുള്ളി നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. അതിന് പുള്ളിയായിട്ടുള്ള മെമ്മറീസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലും സ്ട്രോങ്ങും ആയിട്ടുള്ള മെമ്മറീസാണ്. മുന്നേ നമ്മൾ വർക്ക് ചെയ്ത കമ്പനിയിൽ അത്രയ്ക്ക് സ്ട്രോങ്സ് ആയിരുന്നു. അതൊരു കാലം ഗൈസ്. അപ്പം നമ്മൾ എന്തായാലും ഇന്നത്തെ ഫുഡ് കഴിച്ചത്, മോനെ അതൊരു എന്താ പറയുക, നല്ല സ്വീറ്റ്. അവിടെ പായസം അടിപൊളിയാണ്. ഫുഡ് അങ്ങനെ അവരെ കൊണ്ട് ഒക്കുന്ന രീതിക്ക് അവർ മാക്സിമം നല്ലതായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കഴിക്കുന്ന നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. കാരണം ഞാനെന്താ പറയുക, ആസ്വദിച്ച് കഴിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ ഇങ്ങനെ അമർത്തി. അതേപോലെ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോകളും പുതിയ അപ്ഡേറ്റുമായിട്ട് ഞാൻ തിരിച്ചു പറഞ്ഞാണ് ഗൈസ്. അപ്പോൾ സ്ട്രോങ് ആയിട്ട് അപ്പം വീണ്ടും അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.